ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ തീർക്കാൻ ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും തിരിച്ചടികൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി ട്രംപിന് വഴിപ്പെട്ട് ഇറാനെ തീർക്കാൻ ഒരൊറ്റ രാജ്യങ്ങളും കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UAEയും കുവൈറ്റും സൗദിയും ഒമാനും തുടങ്ങിയ അറബ് രാജ്യങ്ങളൊന്നും തന്നെ അമേരിക്കയ്ക്ക് പച്ചക്കൊടി വീശുന്നില്ല. നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒരു തരത്തിലുള്ള ആക്രമണവും ഇറാനിലേക്ക് നടത്താൻ പാടില്ല എന്ന് അറബ് രാജ്യങ്ങൾ തീർത്തു പറഞ്ഞതോടെ മേഖലയിലാകെ അമേരിക്കയ്ക്ക് പിന്തുണയുമായി കൂടെയുള്ളത് ജോർദാൻ മാത്രമാണ്. ജോർദാൻ എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ചെയ്തോളൂ എന്ന് അനുമതി കൊടുത്തതോടെ കൂടുതൽ സൈനികരെയും യുദ്ധവിമാനങ്ങളെയും ജോർദാനിലേക്ക് എത്തിക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ജോർദാൻ കൂടെയുള്ളത് കൊണ്ട് മാത്രം അമേരിക്കയ്ക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് പരസ്യമായി ആദ്യം യുദ്ധം ചെയ്ത് മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യം ഇസ്രായേലിന് ഇല്ലതാനും. പിന്നെയുള്ളത് ബ്രിട്ടനോടൊപ്പം ചേർന്നുള്ള സംയുക്ത സൈനിക കേന്ദ്രങ്ങളാണ്. പക്ഷേ അവിടെ നിന്നൊരാക്രമണം നടക്കില്ല എന്ന് ബ്രിട്ടനും തീർത്തു പറയുന്നു. UK സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല, യുദ്ധം വേണ്ട എന്നാണ് ബ്രിട്ടൻ്റെ ഞെട്ടിക്കുന്ന നിലപാട്. ഇതോടുകൂടി ഒപ്പമാരുമില്ലാതെ കടലിലേക്ക് ഇറക്കിവിട്ട പടക്കപ്പലുകളെ നോക്കി ഗദ്ഗദത്തോടെ ഇരിക്കുന്ന ട്രംപിനെയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇറാൻ്റെ കാര്യം അങ്ങനെയല്ല. ഇറാന് പിന്തുണ ഏറി വരികയാണ്. ഇറാനൊപ്പം അണിചേർന്ന് ശക്തമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ആദ്യ രാജ്യം റഷ്യയാണ്. ഒപ്പം ചൈനയുമുണ്ട്. ഇറാനുമായി ചേർന്ന് ഹോർമുസ് കടലിടുക്കിൽ അവർ സൈനികാഭ്യാസം നടത്തുന്നു. അത് സ്ഥിരമായി നടക്കുന്ന ഒരു സൈനികാഭ്യാസമാണ് എന്ന് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട് എങ്കിലും അതങ്ങനെയല്ല. ഈ യുദ്ധഭീതി നിലനിൽക്കുന്ന സമയത്ത് ഇറാനു വേണ്ടി അനിശ്ചിതകാലത്തേക്ക് ഇങ്ങനെ സൈനികാഭ്യാസം നടത്തുന്നത് അമേരിക്കയ്ക്കുള്ള വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത്. ഇപ്പോൾ റഷ്യയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇറാനൊപ്പം അടിയുറച്ച് നിൽക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പലതവണ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇറാനുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയുമായി കൃത്യമായ ആശയവിനിമയം പുടിനുണ്ട് എന്നും ഈ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് ഇരുവരും വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇറാനെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ ഗ്രൂപ്പുകൾ രംഗത്ത് വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാഖിൻ്റെ നീക്കമാണ്. ഏറ്റവും പുതിയ ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നത് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. ആഫ്റ്റർ റഷ്യ ഇറാഖ് ജോയിൻസ് ഇറാൻസ് ഫൈറ്റ് വിത്ത് ദ US ചില്ലിംഗ് ക്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുകയാണ്. ഇറാഖ് ടീംസ് അപ്പ് വിത്ത് ഇറാൻ ആഫ്റ്റർ റഷ്യ ടു ഫൈറ്റ് US ഷോ നോ മേഴ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരുണയുമില്ലാത്ത വിധത്തിൽ അമേരിക്കയ്ക്കെതിരെ ശക്തമായ പോർമുഖം തുറക്കാൻ വേണ്ടി ഇറാഖ് തയ്യാറായിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ രാത്രിയോടെ ഇത്തരമൊരു വീഡിയോ ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമേരിക്കയ്ക്കെതിരായി കൃത്യമായ പടയൊരുക്കങ്ങൾ, അതായത് അമേരിക്ക എന്ന രാജ്യത്തിനുള്ളിലേക്കല്ല, മറിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയുടെ കടലിലെ സന്നാഹങ്ങൾ, ഇതൊക്കെ തകർക്കുന്ന വിധത്തിലേക്കുള്ള ഒരു വീഡിയോ ദൃശ്യം, അത് അനിമേഷൻ ദൃശ്യമാണ്. അത്തരം ചില ദൃശ്യങ്ങൾ ഇറാഖിൻ്റെ ഭാഗത്തു നിന്ന്, അവിടുത്തെ മിലീഷ്യ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾ ഇറാഖ് ശക്തമാക്കിയിട്ടുണ്ട്. ശത്രുവിനെ തകർക്കണമെന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഇറാഖി സൈനികരുടെ വീഡിയോകളും പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് റഷ്യ ശക്തമായി ഇറാന് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു വശത്ത് നിലയുറപ്പിക്കുമ്പോൾ മറുവശത്ത് ഇറാഖിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പിന്തുണയുണ്ടാവുകയാണ്. ഖത്തറിലെ അമേരിക്കൻ സൈനിക ബേസ് അടക്കം ലക്ഷ്യം വെച്ച്, അൽ ഉദൈദ് എയർബേസ് ലക്ഷ്യം വെച്ചുകൊണ്ടടക്കം ഇറാഖിൻ്റെ നിർണായകമായ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് ഈ പുറത്തു വന്ന വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ നോക്കുക. ഇപ്പോൾ തന്നെ യുദ്ധത്തിൽ ചേരാൻ തയ്യാറാണെന്ന് ഇറാഖിലെ അർദ്ധ സൈനിക സേന പ്രഖ്യാപിക്കുന്നതായി വീഡിയോയിലുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. ഭൂഗർഭ ആയുധ ശേഖരം പോലെ തോന്നിപ്പിക്കുന്ന സ്ഥലത്ത് ഡ്രോണുകളും മിസൈലുകളും സജ്ജമാക്കിയിരിക്കുന്നു. വിക്ഷേപണ സംവിധാനങ്ങളുള്ള വിശാലമായ തുരങ്കങ്ങളും ശത്രുവിനെ ശിക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന സായുധ പോരാളികളുമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അതായത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറാനിലെ അർദ്ധ സൈനിക വിഭാഗം തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ
ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ഇറാഖിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് യാതൊരു വിധത്തിലുള്ള പിന്തുണയും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല, ഒപ്പമുള്ള ബ്രിട്ടനിൽ നിന്ന് പോലും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ USS എബ്രഹാം ലിങ്കൺ അടക്കമുള്ള കപ്പലുകളിൽ നിന്ന് ആക്രമിക്കേണ്ട, അല്ലെങ്കിൽ ജോർദാനിൽ നിന്ന് ആക്രമിക്കേണ്ട, അവിടെ നിന്ന് മാത്രം ആക്രമിക്കാൻ കഴിയുന്ന ഒരു ഗുരുതര സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. അതായത് വിപുലമായൊരു യുദ്ധം ഇറാനിലേക്ക് നടത്താൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ സാധിക്കില്ല. പക്ഷേ ഇറാൻ്റെ കാര്യം നോക്കുക. ഇറാനൊപ്പം റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഹൂത്തികളുണ്ട്, ഹിസ്ബുള്ളയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാഖിൽ നിന്നുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾ, അർദ്ധ സൈനിക വിഭാഗങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നു എന്നുകൂടി പറയുമ്പോൾ തീർച്ചയായിട്ടും അതിശക്തമായ തിരിച്ചടിയാണ് അമേരിക്കയ്ക്കെതിരെ ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇറാൻ്റെ അണ്ടർഗ്രൗണ്ട് വെപ്പൺസ്, അതായത് ഭൂഗർഭ അറകളിലുള്ള നിർണായകമായ ആയുധങ്ങൾ, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മിസൈലുകൾ, അവരുടെ ഡ്രോണുകൾ, അതൊക്കെ മിസൈൽ നഗരങ്ങളെന്നാണ് പറയുന്നത് ഇറാൻ്റെ. അത് അമേരിക്കയെ ലക്ഷ്യമാക്കി, അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നിൽക്കുന്നു. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക, ചെങ്കടൽ അടയ്ക്കുക, അതിലെ പോകുന്ന അമേരിക്കൻ കപ്പലുകൾ തകർക്കുക, അത് പിടിച്ചെടുക്കുക എന്ന നിലയിലേക്കൊക്കെ ആ ഭാഗത്ത് ഇറാൻ ശക്തമായിട്ട് തന്നെ നിലയുറപ്പിക്കുന്നു. ആകാശ യുദ്ധമുണ്ടായാൽ റഷ്യയും ചൈനയും കൂടെ നിൽക്കുന്നു. കടൽ യുദ്ധമുണ്ടായാലും റഷ്യയും ചൈനയും ഉണ്ട്. ഇറാൻ്റെ സബ്മറൈനുകൾ അത് വലിയ ഭീഷണിയായി, അമേരിക്കയുടെ പടക്കപ്പലുകൾ മുക്കും എന്ന് ഖാംനെയി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെറുതെയല്ല. അവരുടെ സബ്മറൈനുകൾ സജ്ജമാണ്, അതായത് മുങ്ങിക്കപ്പലുകൾ സജ്ജമാണ്, സമുദ്രത്തിന് അടിയിലൂടെ വേണമെങ്കിൽ ആക്രമിക്കാം. അതേപോലെ തന്നെ ഇറാൻ്റെ പരിധിയിൽ നിൽക്കുന്ന ചില ആളില്ലാ ദ്വീപുകളുണ്ട്. ഇവിടെ മിസൈൽ ലോഞ്ചറുകൾ കൃത്യമായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് നേരത്തെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഖാംനെയി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്, സൈന്യത്തിന് തിരിച്ചെഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തളർച്ച സമ്മാനിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ്. അപ്പോൾ ഇറാൻ അത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ഇറാഖും കൂടി കളത്തിലിറങ്ങുമ്പോൾ ഇറാഖിലെ ഈ മിലിഷ്യ ഗ്രൂപ്പുകൾക്ക്, അർദ്ധസൈനിക വിഭാഗങ്ങൾക്ക് വലിയ പക അമേരിക്കയോടുണ്ട്. ഇറാഖിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്, സിറിയയിലുണ്ട്. ഇറാഖിന് ആക്രമിക്കാൻ കഴിയുന്ന പരിധിയിൽ ഒരുപാട് സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. അതിലേക്കുള്ള ആക്രമണമാണ് പ്രാഥമികമായി അവിടുത്തെ ഗ്രൂപ്പുകൾ ലക്ഷ്യമിടുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദമാകും. ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇറാന് നേരെ ആക്രമിച്ചാൽ അവിടെ ഇറാനൊപ്പം നിൽക്കുക, അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്ന നയതന്ത്ര നിലപാടിലേക്ക് ഗൾഫ് രാജ്യങ്ങൾക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചില്ലെങ്കിലും ഇറാഖ് ആക്രമിക്കും. ആ നിലയിലേക്കുള്ള വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഇറാഖ് കൊടുക്കുന്നത്. ചെറിയ കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തിരിച്ചടികൾ ട്രംപിന് അമേരിക്കയ്ക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന, അമേരിക്കയ്ക്ക് ഇനിയും കുടപിടിച്ചാൽ തീർത്തു കളയും എന്ന നിലയിലേക്ക് ഭീഷണിയുമായി ഇറാഖും ഇറാനും ഒക്കെ ഇറങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദത്തിനായി ഗൾഫ് രാജ്യങ്ങളും തയ്യാറെടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടികൾ കൂടുന്നു. സ്വന്തം ആളുകൾ പോലും കൂടെയില്ലാത്ത അവസ്ഥ വരുന്നു. ഇറാൻ കരുത്തു വർദ്ധിപ്പിക്കുകയാണ്, ഇറാനൊപ്പം ആളുകൾ കൂടുകയാണ്. എന്തിനും തയ്യാറായിട്ടുള്ള ഒരു വലിയ സൈന്യം ഇറാനൊപ്പമുണ്ട്, ഒരു വലിയ ടീം അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.